നമ്മളൊക്കെ കാറ് കൊടുത്തിട്ട് പുതിയൊരു കാർ എടുക്കുന്ന സമയത്ത് പഴയ കാർ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു തലവേദനയുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി രണ്ട് കാര്യങ്ങളാണ് ആസ് എ സെല്ലർ നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഏറ്റവും നല്ല വാല്യൂ കിട്ടണം, അതായത് ഏറ്റവും നല്ല പ്രൈസ് കിട്ടണം എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾ MVD ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് കാണും അല്ലേ? അതായത് നമ്മൾ കാറ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളൊരു ഡീലറിനൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് പേരും കാര്യങ്ങളും നാളെ ഒന്നും മാറത്തില്ല. അങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ 8 അല്ല 10ൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും. അതായത് ബാക്കി എല്ലാ ലയബിലിറ്റീസും എല്ലാ റെസ്പോൺസിബിലിറ്റീസും അന്നേരമുള്ള RC ഓണറിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലാ പ്രോബ്ലത്തിനും കൂടെ ഉള്ളൊരു അടിപൊളി സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത് കയറി, നല്ല ചൂടാണ്, അതുകൊണ്ട് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നൊരു സൊല്യൂഷൻ എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ലായിരിക്കും, നിങ്ങളെല്ലാവരും യൂസ് ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ കാസ് 24 എന്ന് പറയുന്നത്. അറിയായിരിക്കില്ല, ഇന്ത്യയിലെ വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂസ്ഡ് കാർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മൾ ഇതാണ്ട് ആദ്യം അവരുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബേസിക് ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് ഇൻസ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സെല്ലെ കാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ കാറിൻ്റെ അകത്ത് കയറി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഹോം ലൊക്കേഷൻ, നമ്മുടെ കറണ്ട് ലൊക്കേഷൻ വെച്ചിട്ട് നമുക്കൊരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹോം ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെങ്കിൽ തന്നെ അന്ന് തന്നെ ഡേറ്റ് കിട്ടും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കിട്ടും. ഇന്ത്യയിലെ മിക്ക സിറ്റീസിൽ ഇവരുടെ ഹോം ഇൻസ്പെക്ഷൻ അവൈലബിൾ ആണ്. ഇനി ഹോം ഇൻസ്പെക്ഷൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇൻസ്പെക്ഷൻ ചെയ്ത് തരും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 140+ ക്വാളിറ്റി ചെക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കും. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങൾ വണ്ടിക്കകത്ത് ഫേക്ക് കിലോമീറ്റർ കയറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ മേജർ ആക്സിഡൻറ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ കാസ് 24 എടുക്കത്തില്ല. എന്നാൽ നല്ല നമ്മളെപ്പോലൊക്കെ നല്ല യൂസേഴ്സിൻ്റെ നല്ല വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിന് അവരെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഹോം ഇൻസ്പെക്ഷൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉടനെ തന്നെ നമ്മുടെ അവരുടെ ഒരു ഇൻസ്പെക്ഷൻ ഏജൻറ്റ് വരും. ആൾ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇവർ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് കാണിച്ചു തരാം. പിന്നെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അപ്രൂവൽ വരുന്നത്, നമുക്ക് എത്ര സമയം ഡിലേ വരും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേണ്ട ബുക്ക് ചെയ്തപ്പോൾ വേണ്ട നമ്മുടെ പ്രജിത്ത് ബ്രോ വന്നിട്ടുണ്ട്. ഞാനിത് ആക്ച്വലി ഇന്നലെ ബുക്ക് ചെയ്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ബ്രോ, ഇത് ശരിക്കും നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത്? ആദ്യം നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഓക്കെ. RC ഇൻഷുറൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഓക്കെ. അതിനുശേഷം വണ്ടിയുടെ ബോഡി കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഓക്കെ. അതിൻ്റെ സ്ക്രാച്ച് ഇഡന്റ്, റെസ്റ്റ്, റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളെല്ലാം ഫിസിക്കലി ചെക്ക് ചെയ്യും. കിലോമീറ്റർ ഒക്കെ മാറ്റിയ വണ്ടിയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. നിങ്ങൾ എടുക്കുമോ? നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. അപ്രൂവൽ 140 ചെക്ക് പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികളൊക്കെ എടുക്കുന്നത്. ക്വാളിറ്റി വണ്ടികൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ക്വാളിറ്റി വണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ജസ്റ്റ് നമുക്ക് ബ്രോയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രജിത്ത് ബ്രോ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അത് ഓഫ് കോഴ്സ് ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന നമ്മുടെ എഞ്ചിൻ സൈഡ് ലീക്കേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ഉണ്ടോ നോക്കും. ഇത് ആക്ച്വലി എൻ്റെ വണ്ടിയല്ല, നിങ്ങൾക്ക് അറിയാറില്ല, നമ്മുടെ മാത്തനില്ലേ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള അവൻ്റെ വണ്ടിയാണ്. അപ്പോൾ അണ്ണൻ പുതിയൊരു വണ്ടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിത് സെല് ചെയ്യാൻ പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടി ആയിട്ട് പറയാൻ പറ്റത്തില്ല. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. നല്ല ഇവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് ശരിക്കും ഒരു മണിക്കൂർ പ്രോസസ്സാട്ടോ. ഞാനിത് വേഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ബ്രോ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, അത് ഓക്കെ ആണല്ലേ? ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ബോഡി കാര്യങ്ങൾ, റീപെയിന്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ഉണ്ട്. ഈ ചെറിയ റീപെയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് മറ്റേ കാര്യമാക്കത്തില്ലല്ലോ. വലിയ മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ റിജക്ട് ചെയ്യത്തുള്ളൂ? അതെ അല്ലേ? റീപെയിന്റ് നമുക്ക് പുട്ടി വർക്ക് അങ്ങനത്തെ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേജർ ആയിട്ട് ഒരു 500,000 ആ ലെവലിലൊക്കെ. പെയിന്റിന്റെ കട്ടി ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നതാണ്. ഇത് ഒറിജിനൽ ആയതുകൊണ്ട് ഏകദേശം കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നത്. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്, ഞാനും കൂടെ കയറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോവാണ്. ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. പോയേട്ടാ. ടെസ്റ്റ് ഡ്രൈവിന് മെയിനായിട്ട് നമ്മൾ വണ്ടിയുടെ സസ്പെൻഷൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. വണ്ടിയുടെ പുള്ളിങ്, എഞ്ചിൻ സൈഡ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അതിനകത്ത് എൻ്റെ മീറ്ററിൻ്റെ റീഡിങ് എല്ലാം ചെക്ക് ചെയ്യും. മീറ്റർ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ഈ മീറ്റർ ഫോർജറി ആണെന്നുള്ളത് നിങ്ങൾക്ക് OBD ഒക്കെ കുത്തുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. പിന്നെ മെയിനായിട്ട് നമ്മൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. എടുക്കും. ഇപ്പോൾ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുമോ? അത്രയും സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടിയാണെന്നെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നത് സസ്പെൻഷൻ്റെ ടെസ്റ്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ കുറച്ച് റഫായിട്ടുള്ള റോഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. സസ്പെൻഷൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പാസ്സാവും. കാരണം ഇത് ഞാൻ യൂഷ്വലി എൻ്റെ അറിവിൽ മാത്രം വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ്, നല്ലത് മാത്രം. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചേട്ടനോട് ചോദിക്കാം എന്താണ് ചേട്ടനെ ഫീൽ ചെയ്തതെന്നുള്ളത് നമുക്ക് പറയാമല്ലോ.
അപ്പോൾ ഞങ്ങൾ വണ്ടിയെല്ലാം ഓടിച്ച് തണ്ട വന്ന് നിർത്തിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം എന്നുള്ളത് ചേട്ടനോട് ചോദിക്കാം. എന്താ ചേട്ടാ എങ്ങനെയുണ്ട്? വണ്ടി ഫുൾ ഓക്കെയാണ്. എൻ്റെ സസ്പെൻഷൻ സൈഡ് എല്ലാം ഓക്കെയാണ്. എഞ്ചിൻ സൈഡ് വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല പുള്ളിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ആ എഞ്ചിൻ ഓയിൽ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം അല്ലേ? അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വീഡിയോ നമ്മൾ എടുക്കും. നിങ്ങളുടെ ആ ഇന്റർഫേസിലേക്ക് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം സെൻട്രൽ സിസ്റ്റത്തിലേക്ക് ആഡ് ആവുന്നുണ്ടല്ലേ? അപ്പോൾ തന്നെ വേറെ മാൽ പ്രാക്ടീസ് ഒന്നും നടക്കത്തില്ല. എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ. ബാക്കിലും നിങ്ങൾ എക്സോസ്റ്റും കൂടെ നോക്കുന്നു അല്ലേ? ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ചേട്ടന്റെ പ്രോസസ്സ് കഴിഞ്ഞ് ചേട്ടൻ അത് ആപ്പിൽ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൾ അല്ലെങ്കിൽ ആപ്പിൽ വന്ന് ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ജസ്റ്റ് ചേട്ടൻ ഇപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് റിവ്യൂ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം. ചേട്ടൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സ് ഫുള്ള് ഈ ആപ്പ് തന്നെയാണ് എല്ലാം ആഡ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഇൻസ്പെക്ഷൻ ആയിട്ട് ഈ ആപ്പ് അപ്പോൾ നമ്മുടെ ഹോം ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രജിത്ത് ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ അവരാദ്യം ചെക്ക് ചെയ്ത പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, നമ്മുടെ ബോഡി ക്വാളിറ്റി പെയിൻറ്റ് ഒക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്തു, നമ്മുടെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ ഓഫ് കോഴ്സ് അത് നോക്കുമായിരിക്കും. അതിനുള്ള പ്രോസസ്സൊക്കെ കാണും. അവരത് പ്രോപ്പർലി ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ RC നമ്മുടെ ബാക്കി പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്നുള്ളത് നോക്കും. എഞ്ചിൻ സൈഡ് നിങ്ങൾ ലാസ്റ്റ് കണ്ട പോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പോലും എഞ്ചിൻ്റെ ഡിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കി വീണ്ടും ഓയിൽ ലെവൽ കറക്റ്റ് ആണോ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ RPM കുറച്ച് നേരം പിടിച്ചിട്ട് എഞ്ചിന് വേറെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് വണ്ടി പ്രോപ്പർലി ചെക്ക് ചെയ്ത് വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ ഈ ക്വാളിറ്റി പോയിന്റ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. ഇനി എൻ്റെ അടുത്ത് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 ഹവറിനുള്ളിൽ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഏകദേശം എത്രയാണ് നമ്മൾ ഉദ്ദേശിച്ച പേയ്മെൻറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഇവർ പറയുന്ന അപ്രൂവ്ഡ് എമൗണ്ട് എന്നുള്ളത് നമുക്ക് ആപ്പിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിർച്വൽ ഏജൻറ്റ് വിളിച്ച് നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ആ പ്രൈസിന് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അതിന് നമുക്ക് വണ്ടിക്കകത്ത് കയറിക്കാം. ഭയങ്കര ചൂട്. വെറുതെ ആര് വെറുതെ വാട്ടെ വെറുതെ വെതർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് കയറി, കാരണം പുറത്ത് ഭയങ്കര ചൂട് ഇതുണ്ട്, നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഈ വെള്ള ഉടുപ്പൊക്കെ ഉണ്ട്, നല്ല നിങ്ങൾ ചില വീഡിയോക്കകത്തൊക്കെ കാണുന്ന നല്ല കറത്തിരിക്കും വേർത്തിട്ട് ആ പോർഷൻസ് ഒക്കെ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ. അപ്പോൾ ഇനിയുള്ള പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ആപ്പിൻ്റെ അകത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കും. അവർ വിളിച്ച് പറയും. ആ പ്രൈസ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെഗോഷിയേഷൻ നമുക്ക് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് പറയാം. അവർ ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇവർക്ക് കുറേ സെറ്റ്സ് ഓഫ് ഡീലേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇതൊരു ഓപ്ഷൻ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡീലേഴ്സിലേക്ക് ഈ കാസ് പൊക്കോളൂ. എല്ലാ റെസ്പോൺസിബിലിറ്റിയും Cars24 നോക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ ഒന്നും കൂടെ നെഗോഷിയേറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് പ്രൈസ് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രൊക്കം ആ ദിവസം തന്നെ കംപ്ലീറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോളും. ഇവർ നമ്മുടെ പേപ്പേഴ്സും എല്ലാം നമ്മുടെ വണ്ടിയുടെ പേപ്പേഴ്സും എല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വണ്ടിയും കൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് തരും. അതായത് എല്ലാ റെസ്പോൺസിബിലിറ്റി എല്ലാ ഡോക്യുമെൻറ്റേഷനും ഇനി ഫ്യൂച്ചറിലേക്ക് ആരാണ് Cars24 റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പാർക്ക് ആൻഡ് സെല്ല് പോലെ നമുക്ക് വേറെ വള്ളികൾ വരത്തില്ല, വേറെ ബുദ്ധിമുട്ടുകൾ വരത്തില്ല. അങ്ങനെ എല്ലാത്തിനും കൂടെ ഉള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ശരിക്കും നമ്മുടെ Cars24 ഒരുക്കി തന്നേക്കുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഭയങ്കര എളുപ്പമാണ്. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മുടെ ഹോമിൽ വന്ന് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല വാല്യൂ ഫോർ മണി തരുന്നുണ്ട് അവർ. റെസ്പോൺസിബിലിറ്റി ഫുള്ളി നമ്മുടെ Cars24 ഏറ്റവും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെല്ലിങ് കാർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, നമ്മുടെ കാർ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിത് ധൈര്യമായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ നല്ല വാല്യൂ, അതാണല്ലോ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് രണ്ടും ഓഫർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.